രോഹിണി നക്ഷത്രക്കാരുടെ സ്വഭാവം പുറമെ സോഫ്റ്റ് ആൻഡ് പ്ലസന്റ് ആണ്, പക്ഷെ ഉള്ളിൽ നല്ലൊരു സ്ട്രോങ് ഡിസയർ ഉള്ള വ്യക്തികളായിരിക്കും. സ്നേഹം കിട്ടിയാൽ എല്ലാം നിങ്ങൾ കൊടുക്കും. അവഗണന കിട്ടിയാൽ എന്തായാലും ഉള്ളിൽ പൊള്ളുകയും ചെയ്യും. ബ്യൂട്ടി, കംഫർട്ട്, മണി, ഇമോഷണൽ സെക്യൂരിറ്റി ഇതൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ പ്രധാനമാണ്. ഒരാളെ സ്നേഹിച്ചാൽ മുഴുവനായി, പക്ഷെ തിരിച്ച് അതേ ഇൻറ്റൻസിറ്റി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സൈലൻ്റ്ലി എന്തായാലും ബ്രേക്ക് ചെയ്യും. നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ചാമ് പ്ലസ് അട്രാക്ഷനാണ്. നല്ല ഗ്രോത്ത് മൈൻഡ് സെറ്റാണ്. മണി സെൻസ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. റിലേഷൻഷിപ്പിൽ നർച്ചർ ചെയ്യാൻ നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്. നിങ്ങളുടെ വീക്ക്നെസ് അറ്റാച്ച്മെൻറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് പൊസസീവ്നെസ്സും ജലസിയും ഉള്ളിൽ വളരെ കൂടുതലാണ്. ഭയങ്കര എക്സ്പെക്റ്റേഷൻ കൂടുതലാണ്. അതുകൊണ്ട് ഈസിലി നിങ്ങൾ ഹേർട്ട് ആവാനും സാധ്യത വളരെ കൂടുതലാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് സ്നേഹം തന്നാൽ ഞാൻ ഈ ലോകം തരാം, പക്ഷെ അവഗണിച്ചാൽ ഞാൻ അകലെ പോവും ശബ്ദമില്ലാതെ. അങ്ങനെയുള്ള ഒരു സ്വഭാവക്കാരനാണ് നിങ്ങൾ. 2025 രോഹിണി നക്ഷത്രക്കാർക്ക് ഒരു ഇമോഷണലി ലേൺ ചെയ്യാനുള്ള ഇയറാണ്. റിലേഷൻഷിപ്പിൽ കുറച്ച് ഡിസപ്പോയിൻമെൻറ്റ്, ട്രസ്റ്റ് ഇഷ്യൂ, കരിയറിൽ കുറച്ച് കൺഫ്യൂഷൻ, മണിയിൽ ഡ്രെയിൻ, അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ്, സെൽഫ് റിയലൈസേഷൻ. എല്ലാവർക്കും എന്നെ ആവശ്യമില്ല എന്നുള്ള ഒരു സെൽഫ് റിയലൈസേഷനൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ട്. 2025 അവസാനമാകുമ്പോൾ നിങ്ങൾ എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും, എല്ലാവർക്കും വേണ്ടി എല്ലാവരും സംതൃപ്തിപ്പെടുത്താൻ നിന്നിട്ട് കാര്യമൊന്നുമില്ല, എല്ലാവരും സഹായിക്കാനും ഞാൻ നിൽക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലൊക്കെ നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. 2025 അവസാനത്തോടെ കുറച്ച് ഇമോഷണലി നിങ്ങൾ മെച്ചൂർഡ് ആയിട്ടുണ്ടാവും. പെയിൻ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജിലാണ്, അതെങ്ങനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യണം എന്നുള്ളത്. 2026 അങ്ങനെയൊന്നുമല്ല. 2026 സ്ലോ റൈസ് ആണ്, പക്ഷേ സ്ട്രോങ് സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. 2026 ജനുവരിയിൽ നിങ്ങൾക്ക് മൈൻഡ് കുറച്ച് ഹെവി ആയിരിക്കും. റിലേഷൻഷിപ്പിൽ കൺഫ്യൂഷനുണ്ട്. കരിയറിൽ പ്രഷർ ഉണ്ടാവും, പക്ഷേ ക്ലാരിറ്റി നല്ല രീതിയിൽ വരും. ഫൈനാൻസ് നിങ്ങൾ എന്തായാലും നല്ല രീതിയിൽ ജനുവരിയിൽ കൺട്രോൾ ചെയ്യണം. ഇല്ലെങ്കിൽ പൈസ മൊത്തം പോയി കിട്ടും, കടം വാങ്ങേണ്ട അവസ്ഥ വരും, അത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയും വരും. 2026 ജനുവരിയിൽ നിങ്ങളുടെ ഫീലിങ്സ് എന്താ വെച്ചാൽ, ഞാൻ പോകുന്നത് ശരിയായ വഴിയാണോ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവും. കാരണം അതൊരു പേഷ്യൻസ് ടെസ്റ്റ് ചെയ്യണ ഒരു മന്താണ്. ഫെബ്രുവരി മാസത്തിൽ പഴയ ഒരു ഓൾഡ് കോണ്ടാക്റ്റ് നിങ്ങൾക്ക് എന്തായാലും വരും. മെസ്സേജ് അയക്കാനും കോൾ ചെയ്യാനും അത് വളരെ കൂടുതലാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങൾ കമ്മിറ്റഡ് ആണ്, വേറെ സെറ്റിൽഡ് ആണെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ ഭാവിയിൽ പ്രശ്നം ഉണ്ടാവും. ഇല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ജോബ് ഇൻ്റർവ്യൂ, ഡിസ്കഷനൊക്കെ നടക്കാൻ ഫെബ്രുവരി സാധ്യത വളരെ കൂടുതലാണ്. ചെറിയ ഫിനാൻഷ്യലി കുറച്ച് റിലീഫ് എന്തായാലും ഫെബ്രുവരിയിൽ ഉണ്ടാവും. ഫീലിംഗ്, ഒരു ഹോപ്പ്, എനിക്കൊരു പ്രതീക്ഷ തിരിച്ചു കിട്ടി എന്നൊരു തോന്നൽ എന്തായാലും നിങ്ങൾക്കുണ്ടാവും. മാർച്ച് മാസത്തിൽ കരിയറിൽ എനർജി എന്തായാലും ഇൻക്രീസ് ആവും. ബിസിനസ് ഐഡിയാസ് എന്തായാലും നല്ല രീതിയിൽ ക്ലിക്കാവും. ഈഗോ ക്ലാഷ് എന്തായാലും പോസിബിൾ ആണ്. ഒരു അഡ്വൈസ് നിങ്ങൾക്ക് തരികയാണെങ്കിൽ, നിങ്ങൾ പറയുന്ന വാക്കുകൾ കെയർഫുള്ളി നിങ്ങൾ നോക്കിയേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പണി കിട്ടും നിങ്ങൾക്ക് എന്തായാലും. ഏപ്രിൽ മാസത്തിൽ മണി എന്തായാലും കുറച്ച് ഇമ്പ്രൂവ് ആവാൻ തുടങ്ങും. അതുപോലെ തന്നെ അപ്രീസിയേഷനൊക്കെ സീനിയറുടെ ഭാഗത്ത് നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാവും. റിലേഷൻഷിപ്പിൽ ഇമോഷണൽ ബോണ്ടിങ് കുറച്ച് ഇമ്പ്രൂവ് ഉണ്ടാവും. ഹാപ്പിനെസ് ലെവൽ കുറച്ച് നല്ല ഹൈ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഏപ്രിൽ മാസത്തിൽ. മെയ് മാസത്തിൽ വീണ്ടും നിങ്ങൾ ഓവർ തിങ്കിങ് വീണ്ടും വരും. ഞാൻ പോകുന്നത് ശരിയാണോ എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവും. ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് വന്നതുകൊണ്ട് ഭാവി എന്താവും എന്നുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ടാവും. ഫാമിലി പരമായിട്ട് റിലേറ്റഡ് സ്ട്രെസ് നിങ്ങൾക്കുണ്ടാവും. എക്സ്പെൻസ് എന്തായാലും ഉണ്ടാവും, പക്ഷെ കുറച്ച് കംഫർട്ടായിരിക്കും. ട്രാവലും എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യും. ഒരു ഇമോഷണൽ ഡിസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ലോജിക്കോട് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ജൂൺ മാസം മുതൽ കുറച്ച് നല്ല രീതിയിൽ എന്തായാലും പോകും. ജൂൺ മാസത്തിൽ ജോബ് ചേഞ്ച് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ഒരു അപ്ഗ്രേഡോ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ ആവാൻ സാധ്യത കൂടുതലാണ്. ഉള്ളത് പോവാനും സാധ്യത കൂടുതലാണ്. ബിസിനസ്സിൽ എന്തായാലും പ്രോഫിറ്റ് എന്തായാലും നിങ്ങൾക്കുണ്ടാവും. അട്രാക്ഷൻ, ഒരു ഓപ്പോസിറ്റ് ജെൻഡർ വേറൊരു അട്രാക്ഷൻ എന്തായാലും ഇൻക്രീസ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. ജൂണിൽ കുറച്ച് ടേണിംഗ് പോയിന്റ് തന്നെയാണ് നിങ്ങൾക്ക്. ജൂലൈ മാസത്തിൽ പ്രണയത്തിൽ കുറച്ച് സ്റ്റേബിൾ ആവും. അട്രാക്ഷൻ വേറെ ഒരാളുണ്ടെങ്കിൽ അത് വേണമെച്ചാൽ പറയാം, അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോയി നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാം. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ചീത്ത പേരാവും എന്ന് മാത്രം. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഒരു സീരിയസ് കണക്ഷൻ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്തായാലും ഇമ്പ്രൂവ് ആവും. നിങ്ങൾക്ക് എന്തായാലും ജൂലൈയിൽ ഞാൻ സേഫാണ് എന്നുള്ളൊരു തോന്നൽ എന്തായാലും ഉണ്ടാവും. ആഗസ്റ്റ് മാസത്തിലാവും കൊണ്ട് ഈഗോ എന്തായാലും ഉണ്ടാവും.
ജലസി ഇഷ്യൂ ഉണ്ടാവും, പാർട്ട്ണറായിട്ടൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും ഉണ്ടാവും. ആരോഗ്യപരമായിട്ട് നിങ്ങൾ എന്തായാലും ഉറക്കം നന്നായിട്ട് തന്നെ നോക്കണം. ഡൈജഷൻ പ്രോബ്ലം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. ദേഷ്യം ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക, അത് കുറച്ച് ഡേഞ്ചറാണ്. ആഗസ്റ്റ് മാസത്തിൽ അത് പൊട്ടും, അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. സെപ്റ്റംബർ മാസത്തിൽ എന്തായാലും കുറച്ച് റെക്കഗ്നിഷൻ മന്താണ്. മണി ഫ്ലോ കുറച്ചും കൂടി സ്റ്റഡി ആവും. റിലേഷൻഷിപ്പിൽ ആരെ ചൂസ് ചെയ്യണം, ആരെ വേണം എന്നുള്ള ഒരു തീരുമാനമൊക്കെ എന്തായാലും സെപ്റ്റംബറിൽ ഉണ്ടാവും. കോൺഫിഡൻസ് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യും. ഒക്ടോബർ മാസത്തിൽ കല്യാണത്തെ പറ്റി സംസാരിക്കും, കമ്മിറ്റ്മെൻറ്റ് വൈബ്സ് ഉണ്ടാവും, ബിസിനസ് എക്സ്പാൻഷൻ നടത്താനുള്ള തോട്ട്സ് ഒക്കെ എന്തായാലും ഉണ്ടാവും. പ്രോപ്പർട്ടി, ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റിലെല്ലാം നിങ്ങൾക്ക് നല്ലൊരു ലക്ക് എന്തായാലും ഒക്ടോബറിൽ കാണുന്നുണ്ട്. ഒക്ടോബർ നിങ്ങൾക്കൊരു ലക്കി മന്ത് തന്നെയാണ്. നവംബറിൽ അൺഎക്സ്പെക്റ്റഡ് ഗെയിൻ എന്തായാലും നല്ല രീതിയിലുണ്ട്. നല്ല ബോണസും എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഇമോഷണൽ നിങ്ങൾ നല്ല സാറ്റിസ്ഫൈഡ് ആയിരിക്കും. സൊസൈറ്റിയിലൊക്കെ നല്ല റെസ്പെക്റ്റ് കിട്ടും. നല്ല ഡീപ്പ് ആൻഡ് കാം ഹാപ്പിനെസ് എന്തായാലും ഉണ്ടാവും. ഡിസംബർ മാസത്തിൽ എന്തായാലും ഒരു ഇയർ എൻഡ് പീസാണല്ലോ, റിലേഷൻഷിപ്പ് നല്ല സെക്യൂർ ആയിരിക്കും. 2027 എന്ത് ചെയ്യണം എന്ന ഒരു വിഷൻ എന്തായാലും ഡിസംബർ മാസത്തിലുണ്ടാവും. അത് ഞാൻ അനുഭവിക്കേണ്ടതായി എന്നൊരു തോന്നൽ എന്തായാലും നിങ്ങൾക്ക് ഡിസംബർ മാസത്തിലുണ്ടാവും. അതെന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. ലവ് ആൻഡ് റിലേഷൻഷിപ്പിൽ 2026 എന്തായാലും ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ ഒരു ടെസ്റ്റിംഗ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. സെക്കൻഡ് ഹാഫിൽ സ്റ്റെബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെൻ്റ് ആയിരിക്കും. ഒരു ഒക്ടോബർ മുതൽ ഡിസംബറിൻ്റെ ഇടയിൽ ഒരു മാരേജ് സംസാരത്തിലേക്കോ അല്ലെങ്കിൽ ലോങ് ടേം റിലേഷൻഷിപ്പിനോ സാധ്യത വളരെ കൂടുതലാണ്. ബിസിനസ്, കരിയർ, ജോബ് പരമായിട്ട് ശരിക്കും ജൂണിന് ശേഷമാണ് നല്ലൊരു ഗ്രോത്ത് കാണുന്നത്. ജോബ് സെക്യൂരിറ്റി ഇമ്പ്രൂവ് ആവുന്നതും ജൂണിന് ശേഷമാണ്. ജൂലൈ മുതൽ നവംബർ വരെയാണ് ബിസിനസ്സുകാർക്ക് ഒരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. ഫിനാൻസ് പരമായിട്ട് സ്ലോ സ്റ്റഡി റൈസ് ആണ്. പണം ഒരിക്കലും കടം കൊടുക്കരുത്. കടം കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയുക. അത് എത്ര ബന്ധമുള്ളവനാണെങ്കിലും എത്ര കരഞ്ഞപേക്ഷിച്ചാലും അയാളുടെ അടുത്ത് പറ്റില്ല എന്ന് തന്നെ പറയുക. ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും സെപ്റ്റംബറിന് ശേഷം നല്ല ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഫേവറബിൾ തന്നെ ആയിരിക്കും. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം, ഞാൻ കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു കഴിഞ്ഞു, ഇനി എനിക്കെല്ലാം കിട്ടാനുള്ള സമയമാണ് എന്ന ഒരു വിചാരം എപ്പോഴും മനസ്സിൽ നിങ്ങളുടെ ഉണ്ടാവണം.